നമസ്തേ. നമസ്തേ. ഒരുപാട് കാലമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ശ്രീ കെവിൻ പീറ്ററുമായി ഒന്ന് സംസാരിക്കണം. നമ്മൾ ഫോണിൽ സംസാരിക്കാറുണ്ടെങ്കിലും ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിക്കണമെന്ന് കുറേ കാലമായി പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇന്ത്യ ലൈവിൽ വന്നപ്പോഴാണ് ഇതിന് അവസരം ഉണ്ടായത്. ഏതായാലും കെവിൻ ജി, വലിയ സന്തോഷം. ഇന്ത്യ ലൈവിൻ്റെ ഓഫീസിൻ്റെ തുടക്കത്തിൽ അങ്ങുണ്ടായിരുന്നു, ഒരു ദീപം കൊളുത്തി തന്നാണ്. അപ്പോൾ പലരും ചോദിക്കുന്നു, നിങ്ങൾ ഈ കാസയുടെ കെവിനെയൊക്കെ വിളിച്ചാൽ നിങ്ങൾ കടുത്ത മുസ്ലിം വിരോധികളാണല്ലോ എന്ന് പറയുന്നു. എന്നിട്ട് ചിലരൊക്കെ പറയുന്നുണ്ട് ഈ കെവിൻ പീറ്റർ ഇങ്ങനെ മുസ്ലിം വിരോധിയാവാനുള്ള കാരണം അദ്ദേഹത്തിന് വ്യക്തിപരമായി ഒരു തിക്താനുഭവം എന്ന് പറഞ്ഞാൽ പോരാ, ചങ്ക് പറിച്ചെടുക്കുന്ന ഒരു അനുഭവം അല്ലേ, അതുപോലത്തെ ഒരു അനുഭവം. സ്വന്തം നെഞ്ചിൽ ചൂട് പറ്റിക്കിടന്ന ഒരു കുഞ്ഞിനെ കഴുകൻ കൊത്തിക്കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്നൊരു വേദന, അത് അനുഭവിച്ചറിയുന്ന ഒരു പിതാവിൻ്റെ സങ്കടം നമുക്ക് മനസ്സിലാവും, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനൊരു അനുഭവം ഉണ്ടായതുകൊണ്ട് വലിയ മുസ്ലിം വിരോധം കൊണ്ടു നടക്കുന്ന ഒരാളാണ് കെവിൻ പീറ്റർ എന്ന് ആക്ഷേപിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ആക്ഷേപിക്കുന്ന ആരാണെന്നറിയാലോ, നമ്മൾ അവരെക്കുറിച്ച് പറയുന്നത്. ശരിക്കും കുടുംബത്തിൽ സ്വന്തം മകളെ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയി എന്നതുകൊണ്ടാണോ അങ്ങ് മുസ്ലിം വിരോധിയായി മാറുകയും കാസ എന്ന് പറയുന്ന തീവ്രവാദ സ്വഭാവമുള്ള സംഘടന ഉണ്ടാക്കുകയും ചെയ്തത്? അല്ലല്ല, ഒരിക്കലും. പക്ഷെ ഞാൻ അന്നും ഇന്നും മുസ്ലിം വിരോധിയല്ല. ഞാൻ ഇപ്പോൾ എതിർക്കുന്നതെന്ന് പറയുന്നത് ഇവിടുത്തെ മതമൗലികവാദികൾ, തീവ്രവാദികൾ, രാജ്യദ്രോഹികൾ, പിന്നെ അവർക്ക് പിന്തുണ കൊടുക്കുന്ന മുസ്ലിം സമുദായത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, പിന്നെ കുറച്ച് മതപണ്ഡിതർ, അവരെ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ എതിർക്കുന്നത്. അല്ലാതെ സമാധാനപ്രിയരായിട്ടുള്ള ദേശീയവാദികളായിട്ടുള്ള മുസ്ലിങ്ങളെയൊന്നും ഒരിക്കലും അങ്ങനെയുള്ളവരുണ്ടോ? ഉണ്ട്, ഇല്ലെന്ന് പറയാം. ന്യൂനപക്ഷമാണെങ്കിലും ഉണ്ട്. ന്യൂനപക്ഷം അല്ല, ശരിക്കും അവരാണ് ഭൂരിപക്ഷം. അവർ പ്രത്യക്ഷത്തിൽ വരുന്നില്ല എന്ന്. പക്ഷേ വരുന്നില്ല അവർ. പക്ഷേ ഇവരുടെ ചെയ്തികളെ എതിർക്കാതെ അവർ നിശബ്ദരാണ് താനും. ഭയമുണ്ട്, അതാണ് പ്രശ്നം. അപ്പോൾ ശരിക്കും ഞാനൊരിക്കലും ഒരു മുസ്ലിം വിരോധിയല്ല. ഞാൻ അവരുടെ ആരാധനാമൂർത്തിയായിട്ടുള്ള അള്ളാഹു, പിന്നെ അവർ പ്രവാചകനായിട്ട് കാണുന്ന മുഹമ്മദ്, ഇദ്ദേഹത്തെ ഒന്നും പരിഹസിക്കുകയോ വിമർശിക്കുകയോ നിന്ദിക്കുകയോ ഒന്നും ഞാൻ ഇന്നുവരെ ചെയ്തിട്ടില്ല, ഒരിക്കലും ചെയ്യുകയില്ല. കാര്യം വ്യക്തിപരമായി എന്നെയോ അല്ലെങ്കിൽ ഈ പൊതുസമൂഹത്തെയോ ഈ രാജ്യത്തെയോ ബാധിക്കാത്ത അവരുടെ എന്ത് ആചാരാനുഷ്ഠാനവും നമുക്കൊരു പ്രശ്നവുമില്ല. അത് അവരുടെ ജീവിത രീതിയാണ്, അവരുടെ സ്വകാര്യ കാര്യമാണ്, അവരുടെ അവകാശമാണ്. അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് അഭിപ്രായം ചോദിച്ചാൽ ഞാൻ പറയും ഈ സുന്നത്ത് ചേലാകർമ്മം എന്ന് പറഞ്ഞാൽ പ്രാകൃതമാണ്. കാര്യം ഇപ്പം ദൈവത്തിന് അത് വേണ്ട എന്ന് തോന്നിയാൽ 6-ാം നൂറ്റാണ്ടിലാണല്ലോ ഇസ്ലാം മതം ഉണ്ടാകുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഇവർ ഈ സുന്നത്തും തുടങ്ങിയത്. അപ്പോൾ ദൈവത്തിന് വേണമെന്നുണ്ടെങ്കിൽ 6-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള ജനറേഷൻ എല്ലാ ആണുങ്ങൾക്ക് ലിംഗത്തിന് തൊലി വേണ്ടാതെ സൃഷ്ടിക്കപ്പെട്ടാൽ മതിയല്ലോ. അതെ, ദൈവം എന്തും കഴിയും. ദൈവത്തിന് പറ്റിയ തെറ്റ് അവസാനം തിരുത്തുന്നു. പക്ഷെ അത് അവരുടെ മതത്തിൻ്റെ വിഷയമാണ്, എനിക്കതിനകത്ത് അഭിപ്രായമില്ല. അവർക്ക് സ്വീകരിക്കാം. അപ്പോൾ അതിനെതിരെ പോരാടേണ്ടതെന്നല്ല, അതിനെ എതിർക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ സമുദായത്തിലെ യുവാക്കളാണ്. അവരാണ്. കാര്യം ഈ ഏതൊരു സമുദായത്തിൽ നിന്നും സോഷ്യൽ റീഫോർമർമാരുണ്ടായി അവിടെ തന്നെ ഉണ്ടായി വരണം. ഇപ്പം മന്തത്തും പത്മനാഭനും ശ്രീനാരായണ ഗുരുവും ചാവറച്ചനൊക്കെ അവരവരുടെ സമുദായങ്ങളാണ് ആദ്യം ഉദ്ധരിച്ചത്, എന്നിട്ടാണ് നാട്ടുകാരെ നന്നാക്കാൻ പോയത്. അപ്പോൾ ഇവരുടെ ആൾക്കാരാണ് പറയുന്നത്, അല്ല നമുക്കതിനകത്തൊരു അഭിപ്രായമില്ല. നമ്മുടെ ഇവിടെ ശബരിമലയിൽ യുവതികളെ കയറ്റണമെന്ന് ആവശ്യപ്പെട്ട് തട്ടകിട്ട പെണ്ണുങ്ങൾ മനുഷ്യച്ചങ്ങല വിയർത്ത് കുളിച്ച് നിന്നാണ്. കാര്യം ഇവിടെ മാത്രമേ കാണാമെന്ന് പറഞ്ഞാൽ ശ്വാസം പോലും ശരിക്കും കിട്ടുന്നില്ല. അതാണ് അവസ്ഥ. അപ്പോൾ ഇവരുടെ ഏതൊരു ആചാരമായാലും അനുഷ്ഠാനമായാലും അവരുടെ സമുദായത്തിൽ ഒതുങ്ങി നമുക്ക് പ്രശ്നമില്ല. അതേസമയം നമ്മുടെ മേലെയും രാജ്യത്തിൻ്റെ മേലെയും അവരുടെ ഒരു വിശ്വാസവും നിലപാടും ഒക്കെ, അവരുടെ ഒരു ഐഡിയോളജിയൊക്കെ കയറുമ്പോഴാണ് നമുക്കതിനെ എതിർക്കേണ്ടി വരുന്നത്. അല്ലാതെ ഞാനൊരു മുസ്ലിം വിരോധിയല്ല. എനിക്ക് ധാരാളം മുസ്ലിം സുഹൃത്തുക്കളുണ്ട്, ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എൻ്റെ നിലപാട് കാരണം ഒരു പകുതിയോളം പേര് എന്നെ വിട്ടുപോയി. ബാക്കിയുള്ളവർക്ക് പേടിയാണ്. കുറേ പേര് നല്ല ശത്രുക്കളുമായിട്ട് മാറി. പക്ഷെ അവരും ഉണ്ട്. തീർച്ചയായിട്ടും എൻ്റെ ബിസിനസ്സിലൊക്കെ എന്നെ ബിസിനസ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്യാമ്പയിനിങ് നടത്തുന്ന ഇപ്പോഴും ഉണ്ട്. അവരതിൽ വിജയിച്ചിട്ടുണ്ട്. കാര്യം അവർക്ക് സാധിക്കും. ശരിക്കും കാസയുടെ ലക്ഷ്യം എന്താ? ശരിക്കും കാസയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഇവിടെ ശരിക്കും കാസ രൂപീകരിച്ചെന്ന് പറഞ്ഞാൽ ഈ 2000 അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നു പറഞ്ഞാൽ വെട്ടിയെടുക്കപ്പെട്ട ജോസഫ് മാഷിൻ്റെ കൈയാണ്. ശരിക്കും അന്ന് ഇവിടെ എല്ലാവരും അവർ ടെസ്റ്റ് ഡോസാണ് ശരിക്കും അന്ന് നടത്തിയത്. കാര്യം പൊതുസമൂഹം എങ്ങനെ പ്രതികരിക്കും, രാഷ്ട്രീയക്കാർ, പോലീസ്, പിന്നെ സഭാ സംഘടനകൾ എങ്ങനെ പ്രതികരിച്ച് നമ്മൾ കണ്ട. അദ്ദേഹത്തിൻ്റെ ഭാര്യ കൂടി ആത്മഹത്യ. അപ്പോൾ അത് ടെസ്റ്റ് ഡോസ് ആയിരുന്നു. പിന്നെ രണ്ടാമത്തെ ഒരു ഇതെന്ന് പറയുന്നത് ദീനിൻ്റെ സംരക്ഷകർ, ഇസ്ലാമിൻ്റെ യഥാർത്ഥ സംരക്ഷകർ തങ്ങളാണെന്ന് വരുത്തി തീർക്കാനുള്ള പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു ശ്രമമായിരുന്നു. കാര്യം അവരതിൽ വിജയിക്കുകയും ചെയ്തു. കാര്യം ഈ കേസിലെ ഒരു പ്രതിയാണ് വാഴക്കുളത്തെ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് ഇല്ലാത്ത അയാൾ 3-2 ഭൂരിപക്ഷത്തോടു കൂടി
വിജയിച്ചു, ജയിലിൽ കിടന്നാണ് അത് മത്സരിച്ചത്. ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്ന ഓരോ വീട്ടിലും ചെന്നിട്ട് ഒരു പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന പുസ്തകം കൊണ്ട് സത്യം ചെയ്യിച്ചു, വോട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പ്രചാരണമുണ്ട്. എനിക്കറിയില്ല, അങ്ങനെയൊക്കെ കഥ പറയുന്നുണ്ട്. ഇപ്പം എങ്ങനെ പ്രചരിച്ചെന്നോ എന്തൊക്കെ സത്യം ചെയ്യിച്ചെന്ന് പറഞ്ഞാലും ബൂത്തിനകത്ത് കയറി അവർ ആർക്കാണ് ചെയ്തതെന്ന് പൊതുസമൂഹം അറിയുന്നില്ല. പക്ഷേ ഈ 2 ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചത് ഇതേ മുസ്ലിങ്ങളാണ്. അപ്പോൾ അവര് സാധാരണ മുസ്ലിങ്ങൾ പോലും കൈവെട്ടി ഇതിനെ അനുകൂലിക്കുന്നുള്ളതാണ് എൻ്റെ ഇത്. അപ്പോൾ ഇതാണ് ഒരു കാസയുടെ ഒരു പ്രധാനപ്പെട്ട ഇത്. അന്ന് ചോദിക്കാനും പറയാനും ആരുമില്ല. ഹിന്ദുക്കൾക്ക് RSS എന്നൊരു സംഘടനയുണ്ട്, ക്രിസ്ത്യാനിക്ക് ആരുമില്ല. എന്നാൽ നിരവധി സംഘടനകളുണ്ട്, ഒരു പ്രയോജനമില്ല. അല്ല, ക്രിസ്ത്യൻ ഈ മുന്നേറ്റങ്ങളെയൊക്കെ തുരങ്കം വെക്കുന്നത് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരാണെന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും താങ്കൾക്ക് അറിയാലോ. താങ്കൾ ഇവിടെ കൊച്ചി രൂപതയുടെ ഒരു പത്രത്തിൻ്റെ ആയിട്ട് തുടങ്ങിയതാണ്. തീർച്ചയായിട്ടും അറിയാലോ. അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ നിയന്ത്രണത്തിൽ നിൽക്കാത്ത ഒരു സംഘടനയെ അവർ വളർത്താൻ അനുവദിക്കരുത്. അതിനെ അതിജീവിച്ച് വളർന്നു വന്നത് കാസയാണ്. ഈ കാസ എന്ന് പറയുന്നത് ഇത് ഒരു പരിശുദ്ധമായ എന്തോ ഒരു സംഭവം അല്ലേ? അതെ. അതെന്തത് കാസ എന്ന് പറഞ്ഞാൽ? അത് ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് സപ്പറിൽ വീഞ്ഞെടുത്ത് ഉയർത്തിയ ആ ഒരു ഇതാണ് കാസ. യേശുദേവനുമായിട്ട് നേരിട്ട് ബന്ധമുള്ളൊരു വാക്കാണ്. അപ്പോൾ നമ്മുടെ കാസയുടെ പൂർണ്ണരൂപം എന്താ? കാസ എന്ന് പറഞ്ഞത് ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ. എന്താ ലക്ഷ്യം? ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സഭാ വ്യത്യാസമില്ലാതെ ക്രിസ്ത്യാനികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് അവർ നേരിടുന്ന സാമൂഹ്യപരമായിട്ടുള്ള നമ്മുടെ സമുദായത്തിൻ്റെ പ്രശ്നങ്ങൾ, സാംസ്കാരിക പ്രശ്നങ്ങൾ, വിശ്വാസ പ്രശ്നങ്ങൾ, ഇതിലെല്ലാത്തിലും അവരെ ഒന്നിപ്പിച്ച് നിർത്തി അവർക്ക് വേണ്ടി പോരാടുക എന്നുള്ള കാര്യം. അതായത് അതിനെ ചുരുക്കി പറഞ്ഞാൽ ക്രിസ്ത്യാനിക്കെതിരെ ഉണ്ടാകുന്ന ഒരു വിഷയം പോലും ചോദ്യം ചെയ്യപ്പെടാതെ പോകരുത്, അഡ്രസ് ചെയ്യും. പക്ഷേ ആളുകൾ പറയുന്നത് അങ്ങനെയല്ല. RSSലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസിയാണ്. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇത് ഈ വിശ്വാസത്തിന്റെ സംരക്ഷണം എന്ന് പറയുന്നത് ദേശീയതയിൽ ഊന്നിയുള്ളതാണ്. അത് നമ്മളുടെ എൻ്റെ രാജ്യം എൻ്റെ വിശ്വാസം എന്നുള്ളതാണ് ഞങ്ങളുടെ ആപ്തവാക്യം പോലും. അതായത് രാജ്യം നിലനിന്നാൽ മാത്രമേ ഈ വിശ്വാസവും, ഇന്ത്യ എൻ്റെ രാജ്യമാണെന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങളെ സംഖ്യയാക്കും. അതങ്ങനെയാണ്. ഇപ്പം അങ്ങനെയാണ്. ഇപ്പം ഏത് സത്യത്തെ വിളിച്ചു പറഞ്ഞാലും അല്ലെങ്കിൽ രാജ്യത്തിനൊപ്പം സംസാരിച്ചാലും അങ്ങനെയാണ്. ജയ് ഹിന്ദ് പറഞ്ഞാൽ സംഖ്യയാവും, വന്ദേ ഭാരതം പറഞ്ഞാൽ സംഖ്യയാവും, വന്ദേ മാതർ എന്ന് പറഞ്ഞാൽ സംഖ്യയാവും, ഞാൻ ഇന്ത്യക്കാരനാണ് എന്ന് പറഞ്ഞാൽ സംഖ്യയാവും, എൻ്റെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചാണക സംഖ്യയാവും. അതാണ് അവസ്ഥ. പക്ഷേ ഈ കാസയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? എല്ലായിടത്തും ഉണ്ടോ കാസ? ശരിക്കും കേരളത്തിലെ 14 ജില്ലകളിലുണ്ട്. പിന്നെ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ബാംഗ്ലൂർ, മംഗലാപുരം, ചെന്നൈ, ഡൽഹിയിലായി വരുന്നു. പിന്നെ ഇന്ത്യക്ക് പുറത്ത് അയർലൻഡ്, UK, കാനഡ, ഓസ്ട്രേലിയ. ഒരു രഹസ്യം ചോദിക്കട്ടെ? പറയൂ. BJP-ക്കാരും RSS-കാരും കാശ് തരുന്നുണ്ടോ? സത്യത്തിൽ പ്രധാനപ്പെട്ട BJP നേതാക്കളെ ഞാൻ ഇത്രയും വർഷത്തിനിടയ്ക്ക് നേരിട്ട് കണ്ടിട്ടില്ല. സംഘം BJP-യൊക്കെ ഫണ്ട് തന്ന് കൊണ്ടു നടക്കുന്ന സംഘടനയാണ് കാസ എന്നാണ് പേര്. അതെ. സത്യത്തിൽ ഈ RSS-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ പോലും കാണണമെന്ന് ആഗ്രഹമുണ്ടോന്ന് അത്രേ ഉള്ളൂ. ഇതുവരെ നേരിട്ട് ഞാൻ ഇത്രയും വർഷത്തിൽ, ഇപ്പം 7 വർഷമായി സംഘവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട പ്രവർത്തകരും ഒന്ന് കേൾക്കണം. കെവിൻജിക്ക് നിങ്ങളെ കാണാൻ ഒരു ആഗ്രഹമുണ്ട്. പക്ഷേ ഇതിനകത്തുള്ള കാര്യം എന്ന് പറയുന്നത് ഹൈന്ദവ ക്രൈസ്തവ സമുദായങ്ങൾ നേരിടുന്നത് സമാനമായ വിഷയങ്ങളാണ്. എന്താണ് സമാന വിഷയങ്ങൾ? പല വിഷയങ്ങളിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ സംസ്കാരത്തിൻ്റെ മേലുള്ള കടന്നുകയറ്റം, വിശ്വാസങ്ങളുടെ മേലുള്ള കടന്നുകയറ്റം, അവകാശങ്ങൾ ഇല്ലാതാക്കുക, പിന്നെ പലതരത്തിലുള്ള രീതിയിൽ ബിസിനസ്സുകൾ, ലാൻഡുകൾ, പെൺമക്കൾ, ഇതിങ്ങനെല്ലാം ചൂഷണം ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലുണ്ട് പോലെ രാജ്യത്തിന് എതിരെയുള്ള പ്രവർത്തനങ്ങൾ. അപ്പോൾ ശരിക്കും കാസയുടെയും RSS-ന്റെയൊക്കെ ശബ്ദം ഒന്ന് തന്നെയാണ്, ഒരേ വിഷയം തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് സമാനതകൾ തോന്നുന്നു. അപ്പം ഇതിപ്പം ഇങ്ങനെ പറയുന്ന വൈദികരും ഉടനെ RSS-കാർ സംഘികൾ ഒക്കെ ആയി മാറ്റുന്നുണ്ട്, വൈദികരെ മാറ്റുന്നുണ്ട്. ഏതെങ്കിലും ഒരു മെത്രാൻ പറഞ്ഞാൽ മെത്രാനെയും മാറ്റും. അപ്പോൾ അത് ഒരു കോമണായി മാറിക്കളഞ്ഞു. ഇപ്പോൾ ശരിക്കും ലവ് ജിഹാദ് ഇല്ലേ? ലവ് ജിഹാദ് എന്ന് പറയുന്ന സംഭവം ഇവിടെ ഉണ്ട്. അത് എന്ന് പറയുന്നത് ബോർഡ് വെച്ച് പ്രവർത്തിക്കുന്നില്ല, അങ്ങനെ ഒരു മുദ്രാവാക്യം ഓഫീസും ഇല്ല. പക്ഷെ അതിവിടെ ഉണ്ട്. ഇപ്പോൾ ഈ മയക്കുമരുന്ന് മാഫിയ എന്ന് പറഞ്ഞത് ഇവിടെ ഇല്ലേ? ബോർഡൊന്നും ഇല്ല. അങ്ങനെ മുദ്രാവാക്യം ഉണ്ടോ? അതുമില്ല. അങ്ങനെ പേര് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയില്ല. പക്ഷെ അതിവിടെ ഉണ്ടോ? അത് നടക്കുന്നുണ്ടല്ലോ, മയക്കുമരുന്ന് വിൽപ്പന. അതിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇരയാക്കപ്പെടുന്ന ഒരു സമുദായം ക്രൈസ്തവ സമുദായമാണ്. തീർച്ചയായിട്ടും. ഇത് ശരിക്കും പറഞ്ഞാൽ വിവിധ സമുദായങ്ങളെ സഭകളായിട്ട് ഭിന്നിച്ച് നിൽക്കുന്നതുകൊണ്ട് ഇതൊരു മൊത്തത്തിലുള്ളൊരു കണക്കുകൾ കിട്ടുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാ കൂടെ കൂട്ടിയാൽ ഏറ്റവും കൂടുതൽ നേരിടുന്നത് ഇത് തന്നെയാണ്. ശരിക്കും സഭയ്ക്ക് ഇത് അറിയില്ലേ? സഭയ്ക്ക് ഇത് തീർച്ചയായിട്ടും അറിയാം. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ വെച്ച് ഈ സീറോ മലബാർ സഭ തന്നെ
ഒരു കമ്മീഷനെ വെച്ച് ഇങ്ങനെ പോയിട്ടുള്ള കുട്ടികളുടെ കണക്കെടുത്ത് ജില്ലകൾ തിരിച്ചുള്ള കണക്കെടുത്ത് ഒരു ലഘുലേഖ എങ്ങനെ പ്രണയം, മത തീവ്രവാദം, മാതാപിതാക്കൾ ജാഗ്രത എന്നൊരു ഹെഡിങ്ങോടുകൂടി ഒരു ലഘുലേഖ വീടുകളിൽ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിന്റ് ചെയ്ത് ഇറക്കിയതാണ്. 2008 വിതരണം കുറച്ച് വീടുകളിൽ ചെയ്തപ്പോഴത്തേക്ക് രാഷ്ട്രീയ ബന്ധം ഉപയോഗിച്ച് മുസ്ലിം ലീഗ് പോലുള്ള മുസ്ലിം സമുദായ സംഘടനകൾ അതിനെ തടഞ്ഞ് അത് പിൻവലിപ്പിച്ചു. അപ്പോൾ ലീഗ് അതിനുവേണ്ടി നേതൃത്വം കൊടുത്ത പ്രധാനപ്പെട്ട വൈദികനെ റോമിലേക്ക് നാട് കടത്തിയെന്ന് വേണേൽ പറയാം. ഇല്ലാത്ത സെക്യൂരിറ്റി ഇഷ്യൂ, അദ്ദേഹത്തിന് ഭീഷണികളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ. അതാരാണ്? അത് സ്റ്റാൻലി റോമനായിരുന്നു തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, വർഷങ്ങളായതാണ്. അദ്ദേഹം ഇപ്പം റോമിലാണ്. അദ്ദേഹത്തിന് അവിടുന്ന് മാറ്റുകയാണ് ഉണ്ടായത്. അപ്പം ഈ ലീഗിനൊക്കെ സഭയ്ക്കകത്ത് ഇത്ര വലിയ സ്വാധീനം ഉണ്ടല്ലേ? അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ രാജ്യത്തിന് ഇങ്ങനൊരു മാറ്റം നാഷണൽ ലെവലിൽ, ഇൻ്റർനാഷണൽ ലെവലിൽ രാജ്യത്തിന് ഇങ്ങനൊരു മാറ്റം ഉണ്ടാവുമെന്ന് പലരും കരുതിയിരുന്നില്ല. ഇങ്ങനൊരു തുടർഭരണം വരുമെന്നും ഇതേ രീതിയിൽ രാജ്യം മാറുമെന്നൊന്നും വരില്ല. എന്നും ഇങ്ങനെ ഗാന്ധി കുടുംബം ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഇതിൽ പല ആളുകളും, എല്ലാവരും അല്ല, ഏതാനും കുറച്ച് ആൾക്കാർ പലവിധ അവിശുദ്ധ ബന്ധങ്ങളും ബിസിനസ് ഇടപാടുകളും പലതിലും ഇവർ പങ്കാളികളാണ്. അപ്പം അതിൽ നിന്ന് വിട്ടുപോകാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളും തെളിവുകളൊക്കെ അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ അത് നിലനിർത്താൻ വേണ്ടിയിട്ട് ഇവർക്ക് ഇത്തരം ചങ്ങാത്തം അനിവാര്യമാണ്, തുടർന്ന് കൊണ്ടുപോയാൽ മതിയാവും. അപ്പം പക്ഷേ ഇതെല്ലാവരും ഇല്ല. ബഹുഭൂരിപക്ഷം വരുന്നവർ ഇന്നത്തെ സാമൂഹ്യ സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം ഇതെല്ലാം മനസ്സിലാക്കുന്നവർ തന്നെയാണ്. ഈ യഥാർത്ഥ അപകടത്തെ തിരിച്ചറിയുന്നവർ തന്നെയാണ് വൈദികരും പിതാക്കന്മാരും. പക്ഷേ അക്കൂട്ടരുടെ ശബ്ദമല്ല പുറത്തു വരുന്നത്. സമുദായത്തിൻ്റെ ശബ്ദമായിട്ട് നിൽക്കുന്നതും അവരുടെ ശബ്ദമല്ല. അതാണ്. ചില ആളുകൾ കസേരകളിൽ ഇരിക്കുന്ന ചില ആളുകളുടെ ശബ്ദമാണ്. അതെ, അൽമായരുടെ ശബ്ദമല്ല. അല്ലല്ല, അവരുടേതായിട്ട്. ഇപ്പോൾ തന്നെ ഫാദർ തോമസ് തറയിൽ എന്ന് പറഞ്ഞാൽ KCBCയുടെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ഇവിടെ നമ്മുടെ മറൈൻ ഡ്രൈവിൽ നടന്ന ഇസ്ലാമിക പാലസ്തീൻ തീവ്രവാദികൾക്ക് വേണ്ടി നടത്തിയ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ പോയിട്ട് അദ്ദേഹം പ്രസംഗിച്ചത് സമുദായത്തിൻ്റെയും സഭയുടെയും പിന്തുണ ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ പോൾ തേലക്കാട് കഫിയ ചുറ്റി, ഇവർ രണ്ടുപേരും കഫിയ ചുറ്റിയിട്ടുണ്ടായിരുന്നു. പോൾ തേലക്കാടും ഉണ്ടായിരുന്നു. അന്ന് പോൾ തേലക്കാടിനേക്കാളും കാട്ടിലും വീറും വാശിയോടുകൂടി സംസാരിച്ചത് ഇദ്ദേഹമാണ്. അപ്പോൾ ഇദ്ദേഹം പോയിട്ട് സഭയുടെയും മൊത്തം സമുദായങ്ങളുടെയും പിന്തുണ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഈ പോൾ തേലക്കാടിൻ്റെ പ്രസംഗം ഞാൻ കേട്ടില്ല, വായിച്ചു. അദ്ദേഹം പറഞ്ഞത് ഞാൻ യേശുവിനെ കൊന്ന ജനത്തിനും രാജ്യത്തിനും എതിരാണെന്നാണ് പറഞ്ഞത്. ജൂതന്മാരാണ് യേശുവിനെ കൊന്നത് ഇസ്രായേൽ, അതുകൊണ്ട് ഞാൻ ഇസ്രായേലിനെതിരാണ്. അതായത് യേശുക്രിസ്തുവിനെ കൊന്നത്. യേശുവിനെ കൊന്നു എന്ന് സഭ വിശ്വസിക്കുന്നില്ലല്ലോ, പഠിപ്പിക്കുന്നില്ലല്ലോ. അല്ല, ഈ യേശു ജീവിച്ചിരുന്നതിൻ്റെ തെളിവ് ഈ ഭൂമിയിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അവിടെ വേണം. കാര്യം ഇസ്രായേലിൻ്റെ അധീനതയിലുള്ള സ്ഥലത്താണ് ഈ വിശുദ്ധാടുകളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. ക്രിസ്തു ജീവിച്ച സ്ഥലങ്ങളും ജനിച്ച സ്ഥലങ്ങളും ഇതെല്ലാം അടക്കം ചെയ്ത ഇസ്ലാമിക ഭരണം വന്നാൽ അവിടെ ഇസ്ലാമിക ഭരണം വന്നാൽ അത്രയേ ഉള്ളൂ. ഇത് കംപ്ലീറ്റ് പൊളിച്ചു മാറ്റിയിട്ട് അവിടെ കക്കൂസ കുത്തും. മദ്രസ ഉണ്ടാകും. തേലക്കാട് പറഞ്ഞത് ഈ പലസ്തീൻവാദികളുടെ വാദമാണ്. ക്രിസ്ത്യാനി എന്തിനാ ഇത്ര വിഷമിക്കുന്നത്? കാരണം യേശുവിനെ കൊന്നത് ജൂതന്മാരല്ലേ? യേശു ജൂതനായിരുന്നു. അപ്പോൾ ഇതൊന്നുമല്ല, ഇത് അവരുടെ കാര്യങ്ങൾ. ഇവരൊക്കെ പല ബന്ധങ്ങളിലും പെട്ടുപോയി. അതിൽ നിന്ന് ഇവർക്ക് ഒരു തിരിച്ചുവരവ് സാധ്യമല്ല. അപ്പോൾ അവരെ നിയന്ത്രിക്കുന്നതനുസരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. അവർ വരാൻ പറയുന്നത്. ഗാസ ഭയങ്കരമായിട്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ ഈ പറഞ്ഞതുപോലെ ക്രിസ്തു ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ്. ആ വിശുദ്ധ നാടുകൾ അത് അതുപോലെ സ്ഥിതി ചെയ്യണമെന്നുണ്ട്, അതുപോലെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടാകണം. എന്ന് ഇസ്രായേൽ അറബികൾ കീഴടക്കുന്നു അന്ന് ഇതെല്ലാം തച്ചുപിടിച്ചു. നമുക്കറിയാലോ, അഫ്ഗാനിസ്ഥാനിലെ ബുദ്ധവിഹാരങ്ങളും ഇതെല്ലാം, അതുപോലെ തന്നെ തക്ഷശിലയും നളന്തയും ഒക്കെ എങ്ങനെയാണ് തകർത്തതെന്നുള്ളത് നമുക്കറിയാലോ. ഇപ്പം റോമിലെ ലൈബ്രറിയിൽ നിസ്കരിക്കാൻ ഇടം കൊടുത്തിട്ടുണ്ട്. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ മൂത്രം ഒഴിച്ചു, എന്നിട്ടും പഠിക്കാതെയാണ് ഇപ്പോൾ നിസ്കരിക്കാൻ സ്ഥലം കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത് അവിടെ സംഭവിക്കും. അപ്പം ഇത് ഒരു കാരണം, ഇസ്രായേലിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത്, നമ്മുടെ രാജ്യത്തെ ഏത് കാലഘട്ടത്തിലും ഒരു സഹായം ആവശ്യം വന്നപ്പോഴേക്കും 100% പിന്തുണ നമുക്ക് തന്നിട്ടുള്ള, ആത്മാർത്ഥമായിട്ട് ഇതുവരെ കൂടെ നിന്നിട്ടുള്ള കാർഗിൽ യുദ്ധം മാത്രം. തീർച്ചയായിട്ടും അമേരിക്ക നമ്മളെ തള്ളി പറഞ്ഞപ്പോൾ
നമുക്ക് GPS-ൻ്റെ സംവിധാനങ്ങൾ തന്ന ഇസ്രായേലാണ്. തീർച്ചയായിട്ടും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ശരിക്കും ശക്തമായ ഇപ്പം മോദിജിയെ പോലൊരു നേതാവ് നമ്മുടെ രാജ്യത്തിന് പണ്ടുണ്ടായിരുന്നെങ്കിൽ ഈ ന്യൂക്ലിയർ വെപ്പൺ പോലും പാകിസ്ഥാൻ ഉണ്ടാകുമായിരുന്നില്ല. ഇസ്രായേൽ അത് തകർക്കുമായിരുന്നു. ഇസ്രായേൽ വന്ന് പെർമിഷൻ ചോദിച്ചാണ് ഞങ്ങൾ അടിച്ചോളാം, തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾക്ക് ഇന്ധനം അടിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു. ചെയ്തില്ല. നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു പറ്റില്ല. അത്രേ ഉള്ളൂ. അപ്പം ഇന്ത്യക്ക് ഭാരതത്തിന് എക്കാലത്തും വിശ്വസിക്കാവുന്ന ഒരു സുഹൃത്ത് രാജ്യം. ഇത് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം എന്ന് പറഞ്ഞത് ഈ പ്രവാസികളെന്ന് പറയുമ്പോൾ സൗദി അറേബ്യയിൽ അല്ലെങ്കിൽ UAE-യിലൊക്കെ ജോലി ചെയ്യുന്നവർ മാത്രമല്ലല്ലോ പ്രവാസികൾ. ഇസ്രായേലിൽ 100,000-നടുത്ത് ഭാരതീയർ ജോലി ചെയ്യുന്നുണ്ട്. അതെ. ഇപ്പോൾ അതിൽ ബഹുഭൂരിപക്ഷവും മലയാളികളാണ്. ഹോം നേഴ്സുമാരായിട്ടുള്ള സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. അങ്ങനെ അത് ഈ 1% ക്രൈസ്തവരുമാണ്. അത് തന്നെ. അതിൽ ബഹുഭൂരിപക്ഷം മലയാളികളും അതിൽ 99% ക്രിസ്ത്യാനികളുമാണ്. ഇപ്പോഴാണ് കൂടുതലും ഹിന്ദുക്കളൊക്കെ പോകുന്നത്. ഞാൻ അവിടെ നിന്ന് അവരിൽ ചിലരിടുന്ന വീഡിയോകളൊക്കെ കാണാറുണ്ട്. അതെ. ആ രാജ്യത്തെ അവരെത്രമാത്രം സ്നേഹിക്കുന്നു, ആ രാജ്യം അവരെ എത്ര പരിഗണിക്കുന്നു. ഒരാൾ പോലും രക്ഷപ്പെടാതെ ഇരുന്നിട്ടില്ല. എല്ലാവരുടെ ജീവിതവും രക്ഷപ്പെട്ടിട്ടുള്ളൂ. അവരയക്കുന്ന പൈസയിൽ നിന്നാണ് ഇപ്പോൾ പാലസ്തീന് വേണ്ടിയിട്ടും ഇസ്ലാമിക ഭീകരവാദികൾക്കൊണ്ടും പോയ ആളുകൾക്ക് പിരിവ് കൊടുക്കുന്നത് പോലും അവിടുന്ന് അവരയക്കുന്ന പൈസയിൽ നിന്നാണ്. അതേ പൈസയിൽ നിന്നാണ് ഈ തോമസ് തറയിലെ പള്ളിയിൽ ഉൾപ്പെടെ കൊണ്ട് നേർച്ചപ്പെട്ടിയിലിടുന്നത്. മനസ്സിലായി? അപ്പം അത്രയും വലിയൊരു സമൂഹം അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവരോട് എല്ലാം ഇപ്പം നമുക്കറിയാം സൗമ്യയുടെ കുടുംബത്തിന് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് എന്താണ് ഇതുണ്ടായത്. ഇപ്പോൾ സൗദിയിൽ ഒരു ജോലി ചെയ്ത എല്ലാ അറബികളായിരിക്കില്ല, 1-2 അറബികളൊക്കെ എന്തെങ്കിലും അവിടെ ജോലി ചെയ്തവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഒരു രാജ്യം ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ചെയ്തിട്ടില്ല. ഒരിക്കലും ചെയ്യില്ല. UAE ആയാലും ചെയ്യില്ല, സൗദി ആയാലും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. ആ സമയം സൗമ്യയുടെ ആ രാജ്യം എങ്ങനെയാണ് അവരോട് ചെയ്തത്, ആ കുടുംബം അതോടുകൂടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അല്ലേ? അപ്പോൾ ഇത്രയധികം ആതിഥ്യമര്യാദ കാണിക്കുന്ന, കൂറ് കാണിക്കുന്ന, നമ്മുടെ രാജ്യത്തോട് നന്ദി കാണിക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിൽ നിന്ന് ചെല്ലുന്നവരോട് പ്രത്യേക പരിഗണന കാണിക്കുന്ന, അവരെ ഉപദ്രവിക്കാതെ പോഷിപ്പിച്ച ഒരു രാജ്യം ഉണ്ടെങ്കിൽ ഇന്ത്യ മാത്രമാണ്. അത്രേ ഉള്ളൂ. അത് മാത്രമല്ല, ഞാൻ ഈ കാസയുടെ മൊത്തത്തിലുള്ള കാര്യം പറയുമ്പോൾ പൊതുവിൽ പറയുന്ന മറ്റൊരു ആക്ഷേപം, കാസ വലിയ തോതിൽ ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുന്നു. അത് തെറ്റാണ്. അത് വളരെ തെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ നിലപാട് തന്നെയാണ് കാസയുടെ നിലപാട്. കാസ ഒരിക്കലും അവരുടെ ആവശ്യമില്ലാതെ അവരുടെ വിശ്വാസങ്ങളെയോ അവരുടെ അള്ളാഹുവിനെയോ പ്രവാചകനായിട്ടുള്ള മുഹമ്മദിനെയോ ഒന്നും പരിഹസിക്കാനോ അവരുടെ ഇതിനൊന്നും പോകില്ല. അതേസമയം സമുദായത്തെ, ഞങ്ങളുടെ സമുദായത്തെയും പൊതുസമൂഹത്തെയും രാജ്യത്തെയൊക്കെ എതിർക്കുന്ന അവരുടെ കാര്യങ്ങളെ നമ്മൾ എതിർക്കും. പക്ഷേ ഈ ഇസ്ലാം അതേ ഉള്ളൂ. അതും കാസയുടെ നിലപാട് അങ്ങനെ തന്നെയാണ്. അല്ലാതെ ആവശ്യമില്ലാതെ അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല. പക്ഷേ ഈ ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുന്ന സത്യത്തിൽ ആരാണ്? അത് മുസ്ലിങ്ങൾ തന്നെയാണ് ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുന്നത്. പൊതുസമൂഹത്തിൽ നിന്ന് ഞങ്ങൾ വേറിട്ടവരാണെന്ന് അവർ സ്വയം കാണിക്കും, വസ്ത്രത്തിൽ, ഭക്ഷണത്തിൽ, എല്ലാം. അതെ, സത്യം. എവിടെ തൊട്ട് നെറ്റി തൊട്ട് താഴെ വരെ മതമാണ്. ഭക്ഷണത്തിൽ മതം, എന്തിലും മതമാണ്. എന്നിട്ട് ഞങ്ങളെ ഒറ്റപ്പെടുത്തുന്നത് പറയും. അത്രയേ ഉള്ളൂ. അത് ഇവിടെ മാത്രമല്ല, വായിൽ കോലിട്ട് കുത്തിയാൽ മിണ്ടാത്ത ബുദ്ധന്മാരെ കൊണ്ടുവരെ ആയുധം മേടിപ്പിച്ചതാണ് അവർ മ്യാൻമറിൽ. അപ്പോൾ ഈ ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുന്നത് ഇവർ തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. ഇപ്പം നമ്മുടെ റോഡ് സൈഡല്ലേ നമ്മുടെ ഓഫീസ്, നമ്മളെല്ലാവരും കൂടെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഒരു സ്വാമി കാഷായ വസ്ത്രം ഇട്ടിട്ട് സ്വാമി അകത്തോട്ട് കയറി വന്നിട്ട് ഒരു പൊതി അല്ലെങ്കിൽ കയ്യിരുന്നൊരു ബാഗ് നമ്മുടെ നടുക്കോട്ട് ഇട്ടിട്ട് ജയ് ശ്രീരാമെന്ന് വിളിച്ചിട്ട് പുള്ളി ഓടുന്നു. നമ്മൾ ആ ബാഗ് എടുത്ത് നോക്കും, മൈൻഡ് ചെയ്യത്തില്ല. തിരിച്ചൊരു പള്ളിയിൽ അച്ഛൻ വരുന്നു, അച്ഛനും ഇതുപോലെ ഒരു ബാഗ് നമ്മുടെ മുന്നിലേക്ക് എടുത്തിട്ടിട്ട് പറഞ്ഞിട്ട് ഓടുന്നു. ഒന്നും സംഭവിക്കത്തില്ല. നമ്മൾ ഇതെടുത്ത് നോക്കി ഇതിനകത്ത് എന്താണ്, ഞങ്ങൾക്ക് ഇത് വട്ടാണോ എന്ന് ചോദിച്ചു. അടുത്ത സമയം ഒരു തൊപ്പിയും വെച്ച് ഒരു മൊല്ലാക്ക വന്നൊരു താടിയും മീശയൊക്കെ പഠിച്ചിട്ട് ഇങ്ങോട്ട് വന്ന് ചെയ്തെടുത്തിട്ട് ആന്ന് തുടങ്ങണ്ട നമ്മൾ എടുത്ത് ഓടും. ആ കൂട്ടത്തിൽ ഏതെങ്കിലും മുസ്ലിം കൊണ്ട് അവനും ഓടും. ഉറപ്പാണ്. ഇതുണ്ടാക്കി വെച്ചത് ആരാണ്? ഇത് ഇത് ഇവിടെ മാത്രമല്ല, ലോകത്ത് എവിടെയും ഒത്തിരി യൂട്യൂബിൽ വീഡിയോകളുണ്ട് ഇതുപോലെ പ്രാങ്ക് വീഡിയോകൾ. ഒരു ഇംഗ്ലണ്ടിൽ കഴിഞ്ഞിടെയായിരുന്നു ഈ ഒരു മോഷ്ടാക്കള് ഒരു നാടകമോ സിനിമയോ നടന്നുകൊണ്ടിരിക്കുന്ന തിയേറ്ററിനകത്ത് കയറിയിട്ട് അള്ളാഹു ഒക്കെ വിളിച്ചിട്ട് ഇറങ്ങി ഓടി. അവിടെ നിന്നൊരു എല്ലാവരും ഓടി. പിന്നെ യുവമാര് കയറിയിട്ട് അവിടെ കിടന്ന ബാഗ്, മൊബൈൽ ഫോൺ എടുത്തുണ്ട്. അല്ല, ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മൾ ഇപ്പോൾ നമ്മുടെ സമീപകാലത്താണ് കേരളത്തിൽ കളമശ്ശേരി സ്ഫോടനം ഉണ്ടായത്. അപ്പോൾ ചാനൽ ചർച്ചയിൽ ഒരാൾ പറയുന്നത് കേട്ടു, പ്രതിയെ അറസ്റ്റ് ചെയ്തല്ലോ, മാർട്ടിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഒരാൾ ചാനൽ ചർച്ചയിൽ പറയുകയാണ്, മാർട്ടിനെ പിടിച്ചു, അതുവരെ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു അതൊരു മുസ്ലിം ആയിരിക്കരുതേ എന്ന്. അതായത് ഒരമ്മ പറയുകയാണ്, ഒരു പോക്കറ്റടിക്കാരനെ പിടിച്ചു, അതെൻ്റെ മോനായിരിക്കരുതേ എന്ന് നമ്മളാരും പ്രാർത്ഥിക്കില്ല. നമ്മുടെ ഏതെങ്കിലും ഒരു പോക്കറ്റടിക്കാരനെ പിടിച്ചു നമ്മുടെ വീട്ടിലാരും പ്രാർത്ഥിക്കില്ല. കാരണം അങ്ങനെ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ മകൻ ഇതാണ് എന്ന് അമ്മയ്ക്കൊരു ബോധ്യമുണ്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കളമശ്ശേരിയിൽ സ്ഫോടനം നടത്തിയത് ഒരു മുസ്ലിം ആയിരിക്കരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ
അങ്ങനെ ചെയ്യുന്നത് ആരാണെന്ന് അവർക്ക് ബോധ്യമുണ്ട്. അവർ ചിന്തിക്കണം, ഈ അവസ്ഥ ലോകമെമ്പാടും ഉണ്ടാക്കി വെച്ചത് ഇവർ തന്നെയാണ്, ഇവരുടെ ചെയ്തികൾ തന്നെയാണ്, ഇവരുടെ പ്രവൃത്തികളാണ് ഇതുണ്ട്. ഇപ്പം തന്നെ ഞാൻ പറയട്ടെ, കുട്ടികളിൽ നമ്മൾ മതം കാണാറുണ്ടോ? പഠിക്കുന്ന കുട്ടികളിൽ നമ്മൾ മതമോ ജാതി മതമോ കാണാറുണ്ടോ? ഇല്ല ഇല്ല. നമ്മൾ പഠിക്കുന്ന കുട്ടികളിലൊന്നും മതം, അവർ തട്ടുവിട്ട് പോയാലും ഇജാബ് ഇട്ടാലും ഇട്ടില്ലെങ്കിലും നമ്മളോ അതിലൊന്നും മൈൻഡ് ചെയ്യാറില്ല. അവർ നമ്മൾ കുട്ടികളായിട്ടേ കാണാറ്. പക്ഷേ ഇപ്പോൾ അടുത്ത വർഷം ഒരു മുസ്ലിം കുട്ടി ഏതെങ്കിലും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളുകളിലോ ഹൈന്ദവ മാനേജ്മെൻറ്റ് സ്കൂളുകളിലോ ചെന്നാൽ രണ്ടാമതൊന്നും ആലോചിക്കൂ അവിടെ അഡ്മിഷൻ കൊടുക്കുന്നതിന് മുമ്പ്. പക്ഷേ ഞാൻ മനസ്സിലല്ല, ആ ഫോബിയ ഉണ്ടാക്കിയതാരാണ്? അവർ തീർച്ചയായും ഈ പള്ളുരുത്തിലെ വിഷയമാണോ? ആണ്, ഉണ്ട്. നമ്മൾ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് കണ്ടല്ലോ. അതെ, അല്ല ഇപ്പം അടുത്ത ഈ പള്ളുരുത്തി വിഷയം ഉണ്ടായി, ഇതുണ്ടാക്കിയത് ഇവിടുത്തെ മതമൗലികവാദികളാണ്. അടുത്ത വർഷം പുതിയൊരു അഡ്മിഷൻ വരുമ്പോൾ ഈ പറയുന്ന സ്കൂളുകൾ, അതിൻ്റെ പരിസര പ്രദേശങ്ങൾ, ഈ വാർത്ത കേട്ടിട്ടുള്ള എല്ലാ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളുകളിലും പ്രത്യേകം പറയും ഇവിടെ ഇന്നത് പറ്റില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞിട്ടേ കൊടുക്കും. ഭയപ്പാടുണ്ടാക്കുന്ന അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നോടൊരാൾ പറഞ്ഞു, അടുത്ത പ്രാവശ്യം ക്രൈസ്തവ സ്കൂളുകൾ പരാജയപ്പെടും. കാരണം കൂട്ടത്തോടെ വന്ന് പറയാണ്, ഞങ്ങൾ നിങ്ങളുടെ സ്കൂളിലേക്ക് പിള്ളേരെ വിടില്ല എന്ന് പറഞ്ഞാൽ ജോലി പോവും, അധ്യാപകരുടെ സ്കൂൾ പൂട്ടേണ്ടി വരും, ഡിവിഷൻ ഫാൾ ഉണ്ടാവും. അത് അവരുടെ ഭീഷണി മാത്രമാണ്. ആ ഭീഷണി പൊളിഞ്ഞത് ഈ പള്ളുരുത്തിയിൽ മാത്രമാണ്. അതവരുടെ ഭീഷണിയാണ്. ഇപ്പം 157 മുസ്ലിം പെൺകുട്ടികളുണ്ടായിരുന്നു എന്ന് പറയുന്നത് അവിടെ, അല്ലേ? എത്ര പേര് പോകാൻ തയ്യാറായി? ആരും പോയില്ല. ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുത്ത ആരും പോകില്ല. ആ രണ്ട് ഇദ്ദേഹത്തിന്റെ കൂടാതെ വേറെ ഇദ്ദേഹത്തിന്റെ ബന്ധുവായിട്ടുള്ള കുട്ടികൾ മാത്രമാണ് പോയത്. ബാക്കി ആരും പോയില്ല. അവരുടെയൊക്കെ വീടുകളിൽ ചെന്ന് പ്രഷർ ഉണ്ടാക്കിയിട്ട് പോലും പോയില്ല. കാര്യം എന്താണെന്നറിയാം, അവർക്ക് വേണ്ടത് മക്കളുടെ ഭാവിയാണ്. മക്കൾ നല്ല രീതിയിൽ പഠിക്കണം, അവരെ കൊണ്ട് പ്രയോജനം കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് മക്കളുടെ ഭാവിയെ ആഗ്രഹിക്കുന്നവർ ഈ പറയുന്ന ഇതിലൊന്നും വീഴത്തില്ല, അങ്ങനെയൊന്നും പോവില്ല. അങ്ങനെ വേണമെന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സ്കൂളുകളൊക്കെ അടച്ചുപൂട്ടി വല്ല ലോഡ്ജോ ധ്യാനകേന്ദ്രമാക്കി മാറ്റണം. എന്തിനാണെന്ന് ഈ ഒരു കാലഘട്ടത്തിൽ ആവശ്യമായിരുന്നു, ഇനി എൻ്റെ ആവശ്യമില്ലാന്ന്. സഭയ്ക്ക് ആവശ്യത്തിന് സ്വത്തുണ്ട്, ഈ ആൾക്കാരെ VRS കൊടുത്ത് പറഞ്ഞു വിടണമെന്ന്. സഭയ്ക്ക് പൊള്ളും അല്ലെന്ന് വേണമെന്ന് അതുണ്ട്, വേണം. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ചെയ്യണം. ഇത് മാത്രം പോരാ. ഞാനത് ഇപ്പം നമ്മുടെ അമൽജ്യോതി കോളേജിലൊരു വിഷയം ഉണ്ടായിരുന്നല്ലോ, അവിടെ കയറി അടിച്ചു പൊളിച്ചത് ഇതേ പ്രശ്നമായിരുന്നു. അപ്പോൾ അത് സംബന്ധിച്ച് അവിടെ ഒരു ജാഗ്രതാ സമിതി രൂപീകരിക്കുന്ന സമയത്ത് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. അതായത് നിങ്ങളിവിടെ അഡ്മിഷൻ കൊടുക്കുമ്പോൾ ഈ പരിസരത്തുള്ള ക്രിസ്ത്യാനിക്ക് പാവപ്പെട്ടവനാണെങ്കിലും അവന് അഡ്മിഷൻ കൊടുക്കണം. അപ്പോൾ അവൻ്റെ പൈസ കുറവാന്ന് പറഞ്ഞിട്ട് അവനെ മാറ്റി നിർത്തിയിട്ട് പുറത്തുനിന്ന് ആൾക്കാരെ കോഴ മേടിച്ചിട്ട് ഇവിടെ കൊടുക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. സഭയ്ക്കൊരു പ്രശ്നം വരുമ്പോൾ വിശ്വാസികൾ തെരുവിൽ ഇറങ്ങിക്കോണം, വിശ്വാസികളുടെ മക്കൾക്ക് ജോലിയോ അഡ്മിഷനോ വേണ്ടി വരുമ്പോഴത്തേക്ക് കൊടുക്കത്തില്ല. അപ്പോൾ ആ രീതി മാറണം. അപ്പോൾ ഇങ്ങനെ നടത്തേണ്ട ഒരു കാലഘട്ടത്തിൽ ആവശ്യമായിരുന്നു. ഇന്ന് ചെയ്യാനുള്ള ഗവൺമെൻറ്റിന് ആവശ്യമുണ്ട്, എല്ലാ സമുദായങ്ങൾക്കും അതിനുള്ള കഴിവുണ്ട്. അപ്പോൾ വേണ്ടത് അടച്ചു പൂട്ടണമെന്ന്, വല്ല ലോഡ്ജാക്കി മാറ്റണം, അത് മതിയെന്ന്. പേടിച്ച് ജീവിക്കുന്നതിലും ഭേദമാണ്. പിന്നല്ലാതെ അത്രയേ ഉള്ളൂ. അല്ല, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ മുസ്ലിം സമുദായത്തിൽ ഇക്കാര്യങ്ങൾ തിരിച്ചറിയുന്ന നല്ല ശതമാനം ആളുകളുണ്ട്. അവരൊന്നും ഈ രാജ്യം ഈ പറഞ്ഞ പോലെ ഒരു വർഗീയ മതഭ്രാന്തിൻ്റെ ഒരു കെളിരംഗമാകാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും സഹവർത്തിത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അവർ പേടിച്ചിട്ടൊക്കെ ആവാം ഒരു പക്ഷേ അവരുടെ ശബ്ദം പുറത്തു വരുന്നില്ല. അങ്ങനെയുള്ള ആളുകളോട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, എനിക്ക് പറയാനുള്ളത് ഇതിനെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇതിൽ 2 തരം മുസ്ലിങ്ങളാണ് ഇതിനകത്തുള്ളത്. ഈ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവരുമുണ്ട്, മതപരമായ രീതിയിൽ ഖുർആൻ വായിച്ചു പോകുന്നവരുമുണ്ട്. അതിൽ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവർ പ്രശ്നകാരികളാണ്. ഖുർആനെ അനുസരിക്കൂ എന്ന് പറഞ്ഞാൽ അത് പ്രശ്നമാണ്. അതാ പ്രശ്നം. മറ്റവർ അവരുടെ സാമൂഹികപരമായ മതപരമായ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഇതെങ്ങനെ കൊണ്ടുപോകുന്നവരാണ്. സമൂഹത്തിലെ ജീവിതം വേറെ, അത്രേ ഉള്ളൂ. അതാണ് അത് പ്രശ്നമില്ല. പക്ഷെ എന്താ വെച്ചാൽ ഇവർ ഭൂരിപക്ഷമാണ്. അതായത് ഈ സമാധാനപ്രിയരായിട്ടുള്ള മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാണ്. മറ്റൊരു ന്യൂനപക്ഷമേ ഉള്ളൂ. പക്ഷേ ഈ ന്യൂനപക്ഷം ചെയ്യുന്ന തെറ്റുകളെ ഈ ഭൂരിപക്ഷം എതിർക്കത്തില്ല, മിണ്ടില്ല. അപ്പോൾ ഇവരുടെ മൗനം സമ്മതമായിട്ട് അവരെടുക്കും. ഇവർ മനസ്സുകൊണ്ട് ഇതിനെ പ്രത്യക്ഷത്തിൽ എതിർക്കുകയോ ഇവരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയോ ചെയ്യില്ല. ഇത് തന്നെയാണ് കശ്മീരിൽ നടന്നത്. അവിടെ നിരത്തി വെടിവെക്കുമ്പോഴും ഒരു അയൽക്കാരൻ പോലും വന്നിട്ട് എന്നെ തടസ്സപ്പെടുത്തിയില്ല. അതാ വിഷയം. അപ്പോൾ ഇവരിൽ നിന്ന് തന്നെ എതിർക്കണം. ഇപ്പം ഇവരെതിർക്കാതെ വരുന്നതുകൊണ്ടാണല്ലോ നമുക്ക് പോയി എതിർക്കേണ്ടി വരുന്നത്. അതെ. ഇപ്പോൾ ഉദാഹരണത്തിന് ബുക്ക് ഓഫ് ജിഹാദ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ഒരു 6-ാം നൂറ്റാണ്ടിലെ ഒരാൾ എഴുതിയതാണ്. വിജയത്തിന്റെ വാതിൽ വാളിന്റെ തണൽ എന്ന് പറയുന്ന ഒരു പുസ്തകം. അപ്പോൾ ഈ മലയാളത്തിലുണ്ട്. എൻ്റെ കയ്യിൽ എൻ്റെ കോപ്പി ഉണ്ട്, ഞാൻ സൂചിച്ച് തരാം. കാര്യം റാഡിക്കലൈസേഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു ATS ഒരു സെർച്ച് നടത്തി.
അപ്പോൾ അങ്ങനെ നടത്തിയപ്പോഴത്തേക്ക് പലരെയും കമ്പ്യൂട്ടറിൽ നിന്ന് PDF ആയിട്ടും ഇത് കിട്ടി, ഇത് പ്രിൻ്റഡ് ബുക്കായിട്ടും ഈ സാധനം കിട്ടി. ആ ബുക്കിൻ്റെ ആമുഖം വായിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോവും. അത്ര രീതിയിലാണ്. അതായത് പെടലി വെട്ടുന്നവന് കിട്ടുന്ന ഇസ്ലാമിക നേട്ടങ്ങൾ, ആനുകൂല്യങ്ങൾ, അതായത് ദൈവം കൊടുക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചൊക്കെ എഴുതിയിരിക്കുന്ന വായിച്ചാൽ നമ്മൾ, അതായത് എങ്ങനെ വെട്ടണമെന്ന് വരെ പറയുന്നുണ്ട് ആ ബുക്കിന്. ഇത്രയുണ്ടൊരു ബുക്ക്. ഞാനത് എൻ്റെ PDF എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് അത് രഹസ്യമായിട്ട് ഞാൻ പ്രിൻ്റ് എടുപ്പിച്ച് ഒരു ബുക്ക് ബൈൻഡിങ് സ്ഥലത്ത് രഹസ്യമായിട്ട് കൊടുത്ത് ബൈൻഡീസ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. മലയാളത്തിലുണ്ട് PDF. മലയാളത്തിൽ PDF. അത് 2 DGPമാരെ നിരോധിക്കാൻ പറഞ്ഞ ബുക്കാത്. അത് നമ്മുടെ സ്ഥാനമൊഴിഞ്ഞ 2 DGPമാർ നിരോധിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ട് സർക്കാർ അത് പഠിക്കാനായിട്ട് 3 അംഗ കമ്മീഷൻ വെച്ചു. ഇതുവരെ പഠിച്ചു തീർന്നിട്ടില്ല. പക്ഷെ അങ്ങനൊരു ബുക്ക് ഉണ്ടെന്നുള്ളതും ഈ മുസ്ലിം സമുദായത്തിലെ ഈ മൊല്ലാക്കമാർക്കും ഈ തങ്ങളുമാർക്കും ഒക്കെ അറിയില്ലേ? ആരെങ്കിലും ഒരാൾ, അപ്പം ഞാനൊരു വിവരാവകാശം വെച്ചിരുന്നു ഇത് അറിയാനായിട്ട്. ഇത് എന്താ, ഇത് ബുക്ക് നിരോധിച്ചോ, ഈ കമ്മീഷൻ്റെ കണ്ടെത്തലുകൾ കിട്ടിയോ, ഈ കമ്മീഷൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ട്, അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് മുസ്ലിം മതപണ്ഡിതരുമായിട്ട് സംസാരിച്ചു, അവരുടെ അഭിപ്രായം എന്താണ്, ഇങ്ങനെ ഞാൻ വിവരാവകാശം വെച്ചു. അപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി ഇത് രഹസ്യ സ്വഭാവം ഉള്ളതിനാൽ ഇത് നിങ്ങൾക്ക് തരാൻ സാധ്യമല്ല എന്നുള്ള മറുപടിയാണ് എനിക്ക് ലഭിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർ മതപണ്ഡിതരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ ഈ ബുക്കിനെ സംബന്ധിച്ച്. നട്ടലോടുകൂടി കാന്തപുരം മുസ്ലിയാരോ അല്ലെങ്കിൽ തങ്ങളോ ഈ ബുക്ക് ഇസ്ലാമിനെതിരാണ്, ഈ ബുക്ക് മുസ്ലിം യുവതീ-യുവാക്കളെ തീവ്രവാദത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുപോകും, ആ ബുക്ക് വായിച്ചാൽ തീവ്രവാദിയാവും, അവൻ ഉറപ്പാണ്. നമ്മൾ ഒരു 2-3 പ്രാവശ്യം ചിലപ്പോൾ നമ്മൾ ആയിപ്പോവും. ആ രീതിയിലാണ് അത് എഴുതി വെച്ചിരിക്കുന്നത് ആ ബുക്ക്. അപ്പോൾ ആ ബുക്കാണ് ഇവിടുത്തെ യുവാക്കളെ തീവ്രവാദത്തിൻ്റെ പാതയിലേക്ക് നയിക്കുന്നത്. അത് വായിക്കുന്ന ഒരുത്തന് നമ്മളോട് പുറമേ കാണിക്കുന്നതല്ല അവൻ്റെ മനസ്സിൽ വേറെയാണ്. അതെ, എപ്പോൾ കരുത്ത് വെട്ടണമെന്നാണ്, അത്രയേ ഉള്ളൂ. അപ്പം ആ ബുക്ക് നിരോധിക്കണമെന്ന് മുസ്ലിം സമുദായത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു മതപണ്ഡിതൻ, ഒരു സമുദായ നേതാവ്, അല്ലെങ്കിൽ ഒരു മുസ്ലിം ലീഗുള്ള രാഷ്ട്രീയ സംഘടന ആരെങ്കിലും അത് ആവശ്യപ്പെട്ടു, അങ്ങനെ ഒരു പിന്തുണ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ സർക്കാരിനും ഒരു ബലമായില്ല, സർക്കാർ നിരോധിക്കില്ലേ? ഇപ്പോഴും ആ പുസ്തകം അവൈലബിൾ ആണ്. ഈ പറയുന്ന എല്ലാ ക്ലാസ്സുകളിലും അത് സാധനം ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പം ഇതിനെയൊക്കെ എതിർക്കേണ്ടത് ആരാണ്? മുസ്ലിം സമുദായം തന്നെയാണ് ഇതിനെ എതിർക്കേണ്ടത്. അവരെതിർക്കാതെ വരുമ്പോഴാണ് മറ്റുള്ളവർക്ക് എതിരേണ്ടി വരുന്നത്. ഉടനെ പറയുന്നു ഇസ്ലാമോഫോബിയ, മുസ്ലിം വിരോധം. ഇവിടെ മുസ്ലിം വിരോധം എന്ന് പറഞ്ഞാൽ വേറൊരു കാർഡാണ്. അതായത് നമ്മൾ ഹമാസിനെ എതിർത്താൽ മുസ്ലിം വിരോധമായി, നമ്മുടെ തടിയൻ്റെ ഇവിടെ നസീറിനെ എതിർത്താൽ അപ്പോഴും മുസ്ലിം വിരോധമാണ്, IS എതിർത്താലും മുസ്ലിം വിരോധമാണ്. അത് ഇവരുടെ ബുദ്ധിയാണ്, ഇരവാദമാണ്. നമ്മൾ ഈ പറയുന്ന കൂട്ടരെ എതിർക്കുമ്പോൾ ഇവർ മുസ്ലിം സമുദായത്തെ എതിർക്കുന്നതാക്കി മാറ്റിയാൽ നമ്മുടെ വായടപ്പിക്കാൻ എളുപ്പമാണ്. അപ്പോൾ അതാണ് ഇവരുടെ തന്ത്രം എന്ന് പറയുന്നത്. പിന്നെ ഇവരുടെ മറ്റൊരു ഇപ്പം ഇസ്രായേലിൻ്റെ വിഷയം ഞാൻ പറഞ്ഞുകൊണ്ട് വിഷയം ഇവരുടെ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഈ ഖുറാൻ എന്ന് പറയുന്നത് കാലാനുസൃതമായിട്ട് ഇതിൽ മാറ്റം വരുത്തണം. ഇപ്പോൾ സൗദിയൊക്കെ മാറ്റം വരുത്തി എന്ന് പറഞ്ഞാൽ ഇത് മാറ്റം വരുത്തണം. അല്ലാതെ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന അന്ധമായ ജൂതവിരോധമാണ് ഇവരിപ്പോൾ ഇസ്രായേലിന് ഈ ഗാസയുടെ വിഷയത്തിൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം സുഡാനിൽ സുഡാനിൽ കൂട്ടക്കൊലമാണ്, 2000 പേർക്കടുത്ത് കൊന്നു കഴിയും. അതിന് മേലെയാണ് കണക്ക്. കൊല്ലുന്നവനും വിളിക്കുന്നു അല്ലാഹു അക്ബർ, അവൻ്റെ മുമ്പിൽ ജീവന് വേണ്ടി കേഴുന്നവനും വിളിക്കുന്നു അല്ലാഹു അക്ബർ. രണ്ടുപേരും 95% അവിടെ സുന്നി മുസ്ലിംസാണ്. ബാക്കിയുള്ള 8% ക്രിസ്ത്യാനിയുടെ ഗോത്രത്തിൻ്റെ പറയേണ്ട കാര്യമില്ല. അപ്പോൾ അവിടെ ഇതാണ്. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇവരിപ്പം സുഡാന് വേണ്ടി രംഗത്തിറങ്ങണ്ടേ? പോട്ടെ, ചൈനയിലെ ഉഗിയൂർ മുസ്ലിംസ്, ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യം ഒഫീഷ്യലായി മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ചൈനയാണ്. ഉഗിയൂർ മുസ്ലിംസിനെ അവരിൽ മരുന്ന് പരീക്ഷണം വരെ നടത്തും. അവരെ താടി വെക്കാൻ അനുവദിക്കത്തില്ല, നോമ്പെടുക്കാൻ അനുവദിക്കത്തില്ല, മസ്ജിദുകൾ ആക്കുന്നു, ഖുറാൻ വായിക്കാൻ അവരെ അനുവദിക്കത്തില്ല. അവരുടെ മതപരമായ ഒരു സാധനം അത് പോരാഞ്ഞിട്ട് ഇവരിൽ മരുന്ന് പരീക്ഷണം നടത്തും. ഇവരുടെ അവയവങ്ങളെടുത്ത് ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്രൂരമായിട്ടാണ് ഉഗിയൂർ മുസ്ലിംസിനെ കമ്മ്യൂണിസ്റ്റ് ചൈന. ഇവന്മാരേതെങ്കിലും ഒരുത്തൻ ചൈനീസ് എംബസിയുടെ വാതിക്ക് പോയി ഒന്ന് കൂവെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതെന്താ? അപ്പൊ ഇതിനകത്ത് മാനവീയതയും മനുഷ്യത്വമൊന്നും ഒന്നുമില്ല. ഈ ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്ന അന്ധമായ ജൂതവിരോധം. അങ്ങനെ ഉണ്ടെങ്കിൽ ചൈനയ്ക്കെതിരെ പ്രതികരിക്കേണ്ട ഇവർ. ചൈനയ്ക്കെതിരെ പ്രതികരിക്കേണ്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഇവർ പ്രഷർ ചെലുത്തണ്ടേ?
ചൈനയോട് ആവശ്യപ്പെടണം. ഇവിടെ എന്തിനും പ്രമേയം പാസ്സാക്കലാണ്. അതെ അതെ ഏകാണ്ടമായ പ്രമേയം പാസ്സാക്കാനാണ് നമ്മുടെ അസംബ്ലിയിൽ ഒരു പ്രമേയം പാസ്സാക്കുന്നത്. ഇവിടെ അങ്ങനെയുള്ള വിഷയങ്ങൾ ഇവർ പ്രതിപക്ഷം ഭരണപക്ഷം ഒറ്റക്കെട്ടാണ്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ചൈനയ്ക്കെതിരെ ഒരു പ്രമേയം പാസ്സാക്കണ്ടേ? ഉയർ മുസ്ലിംസിനെ പീഡിപ്പിക്കരുത്. ഇത്ര ഇപ്പൊ അവിടെ പോയി ചൂണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ മേടിക്കുന്നതാണ് പാലസ്തീനിൽ കാണുന്നത്. പക്ഷെ ഇവിടെ അതല്ലല്ലോ. ആ പാവങ്ങളെ നരകയാതന അനുഭവിപ്പിക്കുക, ഒന്ന് നിലവിളിക്കാൻ പോലും ഒന്നുമില്ല അവര് ആ പാവങ്ങളെ അതിക്രൂരമായിട്ട് പീഡിപ്പിക്കുക, വന്ധ്യംകരിക്കുക. അതായത് തലമുറ ഇല്ലാതാക്കുക. അത് ചൈന ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവര് അതിനെതിരെ പ്രതികരിക്കണ്ടേ? ഇല്ല. അപ്പൊ ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മനുഷ്യത്വമോ മാനവികതയോ ഒന്നുമല്ല. അവരുടെ മതം പറയുന്നത് മതം ജൂതനെ എവിടെ കാണുന്നു കൊല്ലുക. കഴിഞ്ഞാൽ അടുത്ത ക്രിസ്ത്യാനിയാണ്, ജൂതനും ക്രിസ്ത്യാനി, ഇതാണ് പറയുന്നത്. ഇവിടെ ജൂതൻ ഇല്ലാത്തതുകൊണ്ട് പകരം ഹിന്ദുക്കൾ, അത്രേ ഉള്ളൂ വ്യത്യാസം, അതേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഇവര് കാലാനുസൃതമായിട്ട് അതിലെ ആ ഭാഗങ്ങളൊക്കെ മാറ്റിയിട്ട് വേണം കുട്ടികളെ പഠിപ്പിക്കാനായിട്ട്. ഇതല്ലാതെ ഈ 1ാം ക്ലാസ് തൊട്ട് ഇത് തന്നെയല്ലേ പഠിപ്പിക്കുന്നത്. അതാണ് ഈ പ്രശ്നം. ഏതായാലും കാസ എന്താണെന്ന് എനിക്കിപ്പോഴാണ് കൃത്യമായിട്ട് മനസ്സിലായി കേട്ടോ. അപ്പോൾ ഏതായാലും കാസയെക്കുറിച്ച് പറയാൻ നമ്മുടെ ഫ്ലോറിൽ വന്നതിന് വലിയ സന്തോഷം, നന്ദി.